ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായശ്ചിത്തം ഉണ്ട്. അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നിമിഷപ്രിയ കേസ് റിലേറ്റഡ് ആയിട്ട് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു ന്യൂസ് ചർച്ച ചെയ്യുന്നത് അല്ലേ. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഈ ചാനലിൽ തന്നെ എന്താണ് ആക്ച്വലി നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 1.5 ലക്ഷം പേര് കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണത്. ഇനി ആ കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ പ്രസക്തിയില്ല. പക്ഷേ ഇന്ന് ഇപ്പം ഞാൻ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചല്ലോ അല്ലേ, ബഹുമാനപ്പെട്ട കാന്തപുരം ശ്രീ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ചെറിയൊരു പ്രസംഗം ഇത് റിലേറ്റഡ് ആയിട്ട് പുള്ളിയുടെ അവസാന നിമിഷത്തെ ഇടപെടലുകളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിമിഷപ്രിയയുടെ മോചനമായി എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ വധശിക്ഷ ക്യാൻസലായി എന്നുള്ളതും പറയുന്നില്ല. പക്ഷേ അനിശ്ചിതത്വത്തിലേക്ക് താൽക്കാലികമായിട്ട് ഇനി ഒരറിയിപ്പ് ഉണ്ടാവുന്നത് വരെ വധശിക്ഷ നടപ്പാക്കുന്നതല്ല എന്നാണ് വിധി വന്നിട്ടുള്ളത്. നോക്കൂ, ഇതിൽ കാന്തപുരം മാത്രമല്ല, ഒരുപാട് പേരെ നമ്മൾ മറക്കരുത്. നമ്മൾ ഇന്ത്യൻ എംബസിയെ കുറ്റം പറയാൻ പാടില്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ പാടില്ല. മാത്രമല്ല ഒരുപാട് പേരുടെ ഇടപെടലുകളുണ്ട്. പേരുകൾ എടുത്തു പറയുകയാണെന്നെങ്കിൽ സാമുവൽ ജെറോം, ദീപക്, അതുപോലെ ലാസ്റ്റ് ചാണ്ടി ഉമ്മൻ, അങ്ങനെ ആരുടെയൊക്കെ പേര്, ചിലപ്പോൾ ഒരു പക്ഷേ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പരിചയമില്ലാത്ത പേരുകളടക്കം ഉണ്ടായിരിക്കും അല്ലേ. മീൻസ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാത്ത പേരുകളടക്കം ഉണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് പേര് മുതലെടുക്കൽ നടത്താൻ നോക്കി. ഞാൻ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം തന്നെയാണ്, അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഫൈനലി ഇപ്പോൾ ഈ ഒരു മോചനത്തിന് വഴിയൊരുക്കിയിട്ടുള്ളത് ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഈ കാന്തപുരത്തിന് അവിടുത്തെ സൂഫി പണ്ഡിതരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ. ഇതെന്താണെന്നറിയോ, ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഗതി പറയട്ടെ. ഒരു പ്രൊപ്പഗൻഡ മൂവി ഇറങ്ങി അല്ലേ, കേരള സ്റ്റോറി. ഇത് നമ്മൾ മലയാളികളിനി എത്രത്തോളം കാലം മലയാളികൾ ശബ്ദിക്കുമോ അന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ചാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ മൂവി ഇറക്കിയിട്ട് അവർ പറഞ്ഞു ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് കേരളത്തിൻ്റെ കഥ എന്ന് അവർ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 1-2 പ്രാവശ്യം പറഞ്ഞ സമയത്ത് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ അവരോട് തിരിച്ച് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. നിങ്ങൾ കാണിച്ച കേരള സ്റ്റോറി അല്ല, ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന ഈ സംഭവങ്ങളാണ് റിയൽ കേരള സ്റ്റോറി എന്നുള്ളത് നമ്മൾ വീണ്ടും അവരെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും ഇവർ ചില കാര്യങ്ങൾ പ്രൊപ്പഗൻഡ പോലെ വീണ്ടും അടിച്ചു വിടുന്നത് കണ്ടു. ഞാൻ ഈ ന്യൂസ് നോക്കിയ സമയത്തെ ഇത് ജസ്റ്റ് വൺ ഓഫ് ദി കേരള സ്റ്റോറി, ഒന്ന് മാത്രം ഒരു സാമ്പിള് നമ്മളെങ്ങനെയാണ് എന്നുള്ളതിന് ഒരു സാമ്പിളാണ്. കൊടും കുറ്റവാളി തന്നെയാണ്, അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. കൊടും കുറ്റവാളിയായിട്ടുള്ള ഒരു അന്യമതസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീക്ക് വേണ്ടി 94-ാം വയസ്സിലും ഒരു മുസ്ലിം മതപണ്ഡിതൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേരള സ്റ്റോറി. മനസ്സിലായി? ഇത് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഹിന്ദിയിൽ പറഞ്ഞാൽ ഏറ്റവും ചവിട്ടിക്ക് കയറില്ല. കാരണം ഇവിടെ ഇതാണല്ലോ ഗോബർ. പോട്ടെ, എന്തായാലും ഞാനിന്ന് നോക്കുന്ന സമയത്തേ മീഡിയയിലുള്ള പല ക്ലിപ്സും കാര്യങ്ങളും നോക്കുമല്ലോ. കേരളത്തിലുള്ള ഫേസ്ബുക്കിലാണ് ഭയങ്കര, ഞാൻ പറയാം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടും മറ്റവരെ ഒഴിവാക്കി, മറിച്ചവരെ ഒഴിവാക്കിയില്ല. അവരിതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് അനാവശ്യമായിട്ട് കൊടുക്കുന്നു, പേരെടുക്കാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വിഭാഗം, നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു ടീമുണ്ട്. അവരങ്ങനെ അവിടെ പറഞ്ഞോട്ടെ. ഞാനൊരു ക്ലിപ്പ് പ്ലേ ചെയ്യാം കേട്ടോ. ഞാൻ ഒരുപാട് നാഷണൽ മീഡിയ നോക്കിയ സമയത്ത് കുറേ എണ്ണത്തിൽ കണ്ടിട്ടുള്ളൊരു സംഗതിയാണ്. ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാം. But somehow, by the intervention of MEA, persistent efforts from Ministry of External Affairs here in Delhi, as well as their counterparts in Saudi Arabia, and then from some other NGOs, local leaders from India, like one of the Grand Muftis in Kerala, he stepped up. He contacted one of his friends over there in Yemen, a known cleric in Yemen, and then after that, they all got together in the Dara area of Yemen. മനസ്സിലായോ? നോക്കൂ, അവർ പറഞ്ഞെന്തറിയോ, കോൺസ്റ്റന്റ് എഫേർട്സ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ഇല്ല എന്ന് പറയുന്നില്ല, ആൻഡ് കൗണ്ടർ പാർട്സ് ഇൻ സൗദി ആൻഡ് UAE, അത് സൗദിയിലുള്ള മറ്റുള്ള കൗണ്ടർ പാർട്സ്. പിന്നെ
ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം ക്ലറിക്, ഇത് മാത്രമേ പറയുന്നത്, ഇന്ന വ്യക്തി എന്നൊന്നുമില്ല. കേരളത്തിൽ നിന്നുള്ള ഒരു മുസ്ലിം ക്ലറിക് വിത്ത് എ ഫ്രണ്ട് ഓഫ് ഹിം, അതായത് അദ്ദേഹത്തിൻ്റെ യമനിലുള്ള ഒരു സുഹൃത്തുമായിട്ടുള്ള സംസാരം. സുഹൃത്തൊന്നല്ല, ഇത് ഷെയ്ഖ് ഉമർ ഹബീബ് എന്ന് പറഞ്ഞിട്ടുള്ള സൂഫി പണ്ഡിതൻ, അവർ തമ്മിലുള്ള കണക്ഷൻസ്, ഇവിടുത്തെ മർക്കസ്, മതപ്രഭാഷണങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതൊന്നും പുറത്ത് പറയാതെ നോർത്ത് ഇന്ത്യൻ മീഡിയ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെക്കുന്നു. കേരളത്തിലുള്ള ഒരാൾ, ഭിന്ന ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞതും മാത്രമല്ല, ഒരാൾ അവസാന നിമിഷത്തിൽ സ്റ്റെപ്പ് ഇൻ ചെയ്തു, അയാളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സംഗതികളെ കംപ്ലീറ്റ് ലൈറ്റാക്കി കൊണ്ടുപോകുന്നു കണ്ടു. ഞാൻ കാന്തപുരത്തിൻ്റെ സ്പീച്ചിലേക്ക് പോവാം. അതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നോക്കൂ, യമനിൽ 2014 ഞാൻ, ഇഫ് മൈ മെമ്മറി ഈസ് കറക്റ്റ്, 2014 മുതൽ അവിടെ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മേഖലയായിട്ടാണ് അവിടെ സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. നോർത്ത് ഈസ് കൺട്രോൾ ബൈ ഹൂത്തീസാണ് നോർത്ത്, ഹൂത്തി റെബൽസാണ് നോർത്തിലുള്ളത്. ഈ നിമിഷപ്രിയയെ അവരുടെ ഈ നോർത്തിലുള്ള ഹൂത്തീസിൻ്റെ കൺട്രോളിലാണ് നിമിഷപ്രിയ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ നിന്നുള്ള എംബസി പോലും പിൻവലിച്ചിട്ടുണ്ട്. ജിബൂട്ടിയിൽ നിന്നാണ് നമ്മളവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് ഡയറക്റ്റായിട്ട് അവിടെ ഒരു നയതന്ത്ര ബന്ധമില്ല. ഇന്ത്യക്ക് ഇനിയിപ്പോൾ എത്ര പവർഫുള്ളായിട്ട് എങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാലും ഇടപെടാൻ കഴിയില്ല. ചില കമൻസൊക്കെ കണ്ടു, ഈ കമാൻഡോസിനെ വിട്ടിട്ട് തട്ടിക്കൊടുത്തോടെ ഇതൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ കുറേ പൊട്ടന്മാർ അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ യമനിലെ സിറ്റുവേഷൻ അത്രയും വേഴ്സ്റ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി നിമിഷപ്രിയയ്ക്ക് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മോചിതയായിട്ട് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ 3 വഴികളാണുള്ളത്. ഒന്ന്, തിരിച്ച് പ്രതികാരം ചെയ്യുക. രണ്ടാമത് ദിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് മണി സ്വീകരിച്ചിട്ട് ഈ കുറ്റവാളിക്ക് ഒഴിവാക്കുക, ഈ ഒരു ഇതിന്ന് ഒഴിവാക്കുക. അല്ലെങ്കിൽ 3ാമത് മാപ്പ് കൊടുക്കുക, ഒന്നുമില്ലാതെ. ഇത് ഏത് വഴിയാണ്, ഇത് നടക്കുമോ എന്നുള്ളത് അറിയില്ല. ഇത് ഏത് വഴിയാണ് ഇനി സ്വീകരിക്കാൻ പോകുന്നത്, ഇനി എന്താണ് ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു ഉത്തരവാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. അതായത് അവിടുന്ന് വന്നിട്ടുള്ള ഒരു ഉത്തരവിൻ്റെ ചെറിയൊരു പകർപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം. കുറ്റവാളിയായ നിമിഷപ്രിയയുടെ, അവരുടെ അറബിക്കിലുള്ള യമൻ ഇതിലുള്ള പേര്, എന്ന ആളുടെ വധശിക്ഷ ഓർ കിസാസ് നടപ്പാക്കൽ വൈകിപ്പിക്കണമെന്ന് അറ്റോർണി ജനറലിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് നമ്പർ 68/2008 പ്രത്യേക ക്രിമിനൽ കോടതി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പോലെ 1/7/2020 ബുധൻ ശിക്ഷ നടപ്പാക്കേണ്ടതായിരുന്നു. വിശദീകരണം: നിമിഷപ്രിയ തോമസ് എന്ന കുറ്റവാളിക്കെതിരായ വധശിക്ഷ നടപ്പാക്കൽ അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ വൈകിപ്പിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശമനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക. ന്യായാധിപൻ എന്നും പറഞ്ഞിട്ട് ആണ് ഇതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇത് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല കേട്ടോ. ഇതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റോ നമ്മുടെ നിയമ സംവിധാനങ്ങളോ ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു ചാനൽസ് ഒന്നും സാധ്യമാവാത്ത സിറ്റുവേഷൻ ആയിരുന്നു. കാരണം വെച്ചാൽ യമനിൽ നമുക്കൊരു നയതന്ത്ര ഇടപെടൽ നടത്താൻ പറ്റില്ല, ഒന്ന്. രണ്ടാമത് അവിടെ ട്രൈബൽ സിസ്റ്റംസാണ് ഇപ്പോഴും ഇൻ പ്ലേസ് ഉള്ളത്. ട്രൈബൽ ദമർ എന്നാണ് എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ, ദമർ ട്രൈബിൽ പെട്ടിട്ടുള്ള ഒരാളാണ് ഈ തലാൽ എന്ന് പറയുന്ന ചങ്ങാതി. അപ്പോൾ ഈ ട്രൈബൽസിനായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവരുമായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൽ എത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ലീഡർ, അതാണ് ആ ഒരു ഇടപെടലാണ് ഷെയ്ഖ് ഉമർ ഹബീബിലൂടെ നമ്മുടെ കാന്തപുരത്തിൻ്റെ ഈ ഒരു കണക്ഷനിൽ നടപ്പായിട്ടുള്ളത്. ഇതിലേറ്റവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഒരു മാനുഷിക പരിഗണന, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിലുള്ള കാര്യമാണ് നമ്മൾ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ടത്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു റിയൽ കേരള സ്റ്റോറി എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത പേരുകളാണ് ചാണ്ടി ഉമ്മൻ്റെ ഇടപെടൽ കാണുന്നത്. ഞാൻ അതിനെ പറഞ്ഞു സാമുവൽ ജെറോം. കാരണം വെച്ചാൽ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് നിരന്തരം ഞാൻ ആ ദീപാമസിൻ്റെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളായിട്ട് അവർ ഈ ആവശ്യം വെച്ചിട്ട് ഇന്ന് രാവിലെയും കണ്ടു വത്തിക്കാനുമായിട്ടുള്ള ഇടപെടലുകൾ, അവിടെ റിക്വസ്റ്റ്, അങ്ങനത്തെ ഏതൊക്കെ സാധ്യമാവുന്ന മനുഷ്യന് സാധ്യമാവുന്ന രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും അവർ നടത്തിയിട്ടുണ്ട്. അതൊന്നും ഫെയിലായി എന്നോ അത് കാന്തപുരത്തിനെ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ ഡിബേറ്റ് ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ടും പിന്നെയും അതിൻ്റെ പേരിൽ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ഒരിക്കലും തിരുത്താൻ പറ്റില്ല. അവർ അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇനി ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ക്ലിപ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കാണിക്കാം. നിയമം പഠിച്ചത് കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുകയല്ലാതെ ഒരിക്കലും നിയമം കയ്യിലെടുക്കുന്ന സ്വഭാവം
നമ്മുടെ കുട്ടികൾക്ക് ഇല്ല. അതുപോലെ ഇപ്പോൾ യമനിൽ ഒരു പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെങ്കിലും അവിടുത്തെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ കൊല്ലുന്നതിന് പകരം ദിയത്ത് കവത് എന്നൊക്കെ അറബിയിൽ പറയുന്ന ചില പ്രായശ്ചിത്തം ഉണ്ട്. അത് ചെയ്താൽ വിട്ടുകൊടുക്കാൻ കുടുംബങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ഇസ്ലാം മതം നിർദ്ദേശിക്കുന്നു. ഈ കാര്യം ഞങ്ങൾ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെട്ട് ജഡ്ജിമാരോടും കുടുംബങ്ങളോടും സംസാരിക്കുകയും അതിൻ്റെ ചർച്ച ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. കുടുംബക്കാർ ആ ഒരു മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നോക്കൂ, ഇത് എനിക്ക് മനസ്സിലാവുന്നത് ഷിയ റൂളാണ് അവിടെ. ഷിയ ആണ് അവിടെ യമനിലുള്ള ഹൂത്തീസ്. സുന്നി ആണ് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ. അപ്പോൾ നോക്കൂ എത്രത്തോളം കാര്യപ്രാപ്തമായിട്ടുള്ള, എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടലാണ് ഈ ഒരു കേസിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവും. ഞാൻ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. കേട്ടോളൂ, ഇത് ഏതിലാണ് വന്നതെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്ക്രീനിൽ കാണുന്നത്. നിമിഷപ്രിയയുടെ മോചനം ഒരു മതനേതാവിൻ്റെയും ഇടപെടലില്ല. എല്ലാ ചർച്ചകളും സർക്കാർ തലത്തിൽ. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സൗദി എംബസിക്കും നന്ദി അറിയിച്ച് ആക്ഷൻ കൗൺസിൽ. എന്താണ് ആക്ഷൻ കൗൺസിലുള്ള സാമുവൽ ജെറോം പറഞ്ഞെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് നമ്മളൊക്കെ കണ്ടതാണ്. ഇനി അടുത്തത്, സമസ്തയുടെ വാദങ്ങൾ തള്ളി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം. ഞാൻ എവിടെയും നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ, നിങ്ങൾ ആരെയും കണ്ടു വെച്ച് കമൻറ്റ് ചെയ്യുക. കാന്തപുരത്തിൻ്റേത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രവർത്തനം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിച്ചത് കേരള ഗവർണറും കേന്ദ്ര സർക്കാരും. സമസ്തയുടെ വാദങ്ങൾ തള്ളി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം. ഇതിനടിയിൽ കുറേ ഛർദ്ദിച്ച് വയ്ക്കാൻ കുറേ കമൻസും ഉണ്ട്. അപ്പോൾ അവരുടെ കേരള സ്റ്റോറിയും കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാലാകാലങ്ങളിൽ ഇതുപോലുള്ള റിയൽ കേരള സ്റ്റോറിയുമായി നമ്മളും വരും. ഇത് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ. പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.